കഴിവുകൾ ഒരു കനകയാണ്. ഇരുളടഞ്ഞ ജീവിതം നയിച്ച സ്ത്രീ അടിമയായിരുന്നു. പുറം ലോകം അവൾക്ക് നിഷിദ്ധമായിരുന്നു. ഈ ദുരവസ്ഥയുടെ അടിവേരവെക്കുവാൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ഒരു കലാപ്രതിഭയുണ്ട്, വീട്ടി ഭട്ടതിരിപ്പാട്. ആ ജീവിതത്തിലൂടെ ഒരു യാത്ര. ദൈവത്തെ ആരും വിളിച്ചു നോക്കേണ്ട, ദുർവിധിയെന്നു പറഞ്ഞൊഴിയേണ്ട. ദൈവത്തെ ആരും വിളിച്ചു നോക്കേണ്ട, ദുർവിധിയെന്നു പറഞ്ഞൊഴിയേണ്ട. കത്തുന്ന കണ്ണന്റെ കയ്യിലിരിക്കും കത്തുള്ളിലുട്ടെത്തിതാരുടെ കുറ്റം. കത്തുന്ന കണ്ണന്റെ കയ്യിലിരിക്കും കത്തുള്ളിലുട്ടെത്തിതാരുടെ കുറ്റം. പുതിയ കാലത്തിന്റെ സന്തതികളായ സ്ത്രീകളിൽ പലരും ദുസ്വാതന്ത്ര്യത്തിലേക്ക് കൂട്ടുകുത്തുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയും പൊതുസമൂഹത്തിനു മുമ്പിൽ അവർ അപമാനിതരാവുകയും ചെയ്യുകയാണ്. ഇതിനൊരു ഉത്തരം തേടുവാൻ ഈ ആവിഷ്കാരം ഉപകരിക്കട്ടെ. മന്ത്രോച്ചാരണങ്ങളും ശ്രാവണങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താലായിലെ ആ ഗ്രാമത്തിൽ നിലാനദി തീരത്ത് നാലുകെട്ടും നടുമുറ്റവുമായി പ്രാചീനത്തിലുള്ള ഈഴത്തിന്റെ പേരാണ് ഉപ്പൻ നമ്പൂതിരിപ്പാടിന്റെ ഇല്ലം. അവിടുത്തെ അന്തേവാസികൾ അദ്ദേഹം മാത്രമല്ല, 4 വേളിയും അവരുടെ മക്കളും. വേളി എന്ന് പറഞ്ഞാൽ ഭാര്യ, ഒന്നല്ല 4 അമ്മ. ഈക്കത്തെ വിരൽ വെച്ചിട്ട് കാര്യമില്ല. നമ്പൂതിരി സമുദായത്തിലെ ദുരാചാരങ്ങളിൽ ഒന്നായിരുന്നു ഈ ബഹുഭാര്യത്വം. തുപ്പൻ നമ്പൂതിരിപ്പാടിന്റെ 2 ആൺമക്കളിൽ ഇളയ മകനാണ് രാമൻ ഭട്ടതിരിപ്പാട് എന്ന വീട്ടി ഭട്ടതിരിപ്പാട്. അമ്മ ശ്രീദേവി എന്ന ജനം. ഇല്ലത്ത് ദാരിദ്ര്യം ഉയർന്നപ്പോൾ അച്ഛൻ നമ്പൂതിരിയുടെ ശബ്ദം ഉയർന്നു. അതേ മറിയുന്നില്ല, എല്ലാരും എല്ലാം ഇല്ലത്ത് ഇഷി ബുദ്ധിമുട്ടാണ്. എല്ലാരും കൂടി ഇവിടെ കഴിയാന്ന് വെച്ചാ അന്നത്തിന് ഒരു വഴിയില്ല. പട്ടിണി കിടന്ന് മരിക്കണ്ട അച്ഛാ, പോയിക്കൊള്ള. തിരുവായിക്കെതിരുവായി 3 ഭാര്യമാരും അവരുടെ മക്കളും അവരവരുടെ ഇല്ലങ്ങളിലേക്ക് വന്നു. പക്ഷേ എല്ലാം സഹിക്കുവാൻ തയ്യാറായി ആദ്യ ഭാര്യ ശ്രീദേവി എന്ന ജനവും 2 ആൺമക്കളും മാത്രം. നമ്പൂതിരി സമുദായത്തിൽ 2ാമത്തെ മകനെ പിറക്കുക വലിയ കഷ്ടമാണ്. അപ്പൻ നമ്പൂതിരി എന്നാണ് അറിയപ്പെടുന്നത്. പ്രാർത്ഥനയും പൂജയുമാണ് പ്രധാന ജോലി. യാതൊരു സ്വാതന്ത്ര്യവുമില്ല. അതായിരുന്നു വീട്ടിയുടെ ജന്മം. 7ാം വയസ്സിൽ ഉപനയനം, 9ാം വയസ്സിൽ സമാവർത്തനം, 17ാം വയസ്സിൽ ശാന്തിപ്പണി. ഒരു ദിവസം ക്ഷേത്രപൂജ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിക്ക് ഒരു അമ്പലവാസി പെൺകുട്ടി കറുത്തവട്ടേരിയുടെ അരികിൽ കറുത്തവട്ടേരി എന്നാണ് വീട്ടിൽ വെച്ച് വാങ്ങുന്നത്. എനിക്ക് ഈ കണക്കെന്ന് പറഞ്ഞല്ലോ ഭട്ടതിരിപ്പാടിനെ അകപ്പുറം പഠിക്കുന്ന ചോദ്യമായിരുന്നത്. പഠനവും മന്ത്രവും തന്ത്രവും ഒക്കെ നടക്കുന്നുണ്ട്. അക്ഷരം പഠിക്കാൻ സാധിച്ചില്ല. ആ രാത്രി മുഴുവൻ ഭട്ടതിരിപ്പാട് ഉറക്കമില്ലാതെ കഴിച്ചിരുന്നു. അക്ഷരദീപം അറിയുന്നു
എനിക്ക് അക്ഷരം പഠിക്കണം, അധ്യാപനം മാറ്റണം, അറിവ് നേടണം. അതിനായി കണ്ടെത്തിയപ്പോൾ ആ അമ്പലവാസി പെൺകുട്ടി അക്ഷരം പഠിപ്പിക്കുമോ? ഞാൻ അക്ഷരം പഠിപ്പിക്കേ. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അക്ഷരം അറിയില്ല. എനിക്ക് എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം. മതി, അത് മതി. ആ കുട്ടി കുറിച്ചു കൊടുത്ത 51 അക്ഷരവും ഭട്ടതിരിപ്പാട് മനഃപ്പാഠമാക്കി. ഒരു ദിവസം നിവേദ്യം പൊതിഞ്ഞു വന്നൊരു പത്രക്കടലാസിലെ വാചകം ഭട്ടതിരിപ്പാട് കൂട്ടി വായിച്ചു. പിന്നെ അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ മനസ്സിനെ മഥിച്ച് ഒരു പ്രധാന ചിന്തയായിരുന്നു നമ്പൂതിരി മനകളിലെ സ്ത്രീകളുടെ നരകിച്ച ജീവിതം. അതോർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഒരു അന്തർജനത്തിന്റെ കഥയാണ്. കൽപ്പകശ്ശേരി ഇല്ലത്തെ കുറിയേടത്ത് താത്രിക്കുട്ടി അന്തർജനം. നമ്പൂതിരി മനകളിലെ ഏറ്റവും കേൾക്കേട്ട സുന്ദരി ജനയുടെ പുരുഷ മേധാവിത്വത്തിനെതിരെ താത്വികരെ ചുമത്തി എന്നെ നശിപ്പിച്ചവർ ഇവരാണ്. തന്റെ 55 പേരല്ലാതെ ആ മനുഷ്യൻ തന്റെ വിരലിനെ നീച്ച മോചനമുറിയവൾ ആഘോഷിച്ചു. നമ്പൂതിരി സമുദായത്തിലെ ഒരു സ്ത്രീ തന്റെ ശരീരം ആയുധമാക്കിക്കൊണ്ട് നടത്തിയ കലാപ ചരിത്രം Thank you.
പതിയെ ഒരു രംഗം. ദേവി, ദേവികുട്ടിയെ, ദേവിമോളെ, ഈ കുട്ടിയെ എവിടെ കിടന്നു? മുത്തശ്ശി, ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി. ഈ കടപ്പുരയില് എന്താ മുത്തശ്ശി വിളിച്ചേ? മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇഷ്ടപ്പെട്ട ആളെ വേലി കഴിക്കാൻ ഭാഗ്യമില്ലാത്തവരെ കുട്ടി നമ്മുടെ കൂട്ടര് അച്ഛനും കൂട്ടരും ചേർന്ന് എല്ലാം നിശ്ചയിച്ചില്ലേ? മുത്തശ്ശി, എന്റെ ഏകാശ്വാസം എന്റെ ഏട്ടനാ. കുഞ്ചും ഞാൻ സ്നേഹിക്കുന്ന മാത്രമേ ഏട്ടന് വലിയ കാര്യമാണ്. അച്ഛനോട് ഇതൊന്നും പറയാൻ പറ്റില്ലയാണോ? എല്ലാം നിശ്ചയിച്ചു പോയില്ലേ? ഇതെല്ലാം കേട്ടുകൊണ്ടാണ് കുഞ്ചു പറയുന്നത്. ഇല്ല, നടക്കില്ല. 60 കഴിഞ്ഞ വൃദ്ധന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കുന്നത് നല്ലത്. അവളെ വെട്ടിയെടുത്ത് കൊല്ലുകയല്ലേ? നിന്നെ സ്നേഹിച്ച ആളുകൾ തന്നെ നിന്നെ കല്യാണം കഴിക്കും. നമ്പൂതിരി പെണ്ണുകൾ ഇരുട്ടിമുടിയിരിക്കണം. ഈ നടക്കുന്നത് ആദ്യം തല്ലിപ്പിടിക്കണം. കുഞ്ചു മരപ്പ തള്ളിക്കുളിച്ചു. രാത്രി ധരിച്ചിരിക്കുന്ന അമ്പലത്തിന്റെ വസ്ത്രം ഘോഷ വലിച്ചെറിഞ്ഞു. ദുരാചാരത്തിന്റെ പണിയോലക്കെട്ടുകൾ കത്തിക്കുകയായിരുന്നു. അടുക്കളയിൽ നിന്ന് മരണത്തേക്ക് നാടകം നമ്പൂതിരിമാരുടെ ഉറക്കം കെടുത്തി. ഭട്ടതിരിപ്പാട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇവരിവരിൽ സ്വജാതിയിൽ വിവാഹം പാടില്ല. ഒരു അന്തർജനത്തെ താഴ്ചാത്തി ഭട്ടതിരിപ്പാട് ലംഘിച്ചു. തന്റെ ഭാര്യയുടെ വിധവയായി എത്തി ഒരു വിവാഹം കൊണ്ട് കെട്ടിച്ചു. തന്റെ സഹോദരിയെ താണ ജാതിയിൽപ്പെട്ടതുമായി മിശ്രവിവാഹങ്ങൾ. അതോടെ എല്ലാവരും ശത്രുക്കൾ, സ്വന്തം ജ്യേഷ്ഠം പോലും എല്ലാവരും ചേർന്ന് ഭട്ടതിരിപ്പാടിനെ പടിയിറക്കി. കൂടെ വാർത്തകളിലെത്തിയിരിക്കുന്ന അച്ഛനുണ്ട്. ഒരു ദിവസം ഭട്ടതിരിപ്പാട് കണി കണ്ടുണർന്നത് തന്റെ അച്ഛൻ തുപ്പൻ നമ്പൂതിരിപ്പാടിന്റെ മരിച്ച ശരീരമാണ്. വിളക്കില്ല, പൂജയില്ല, എത്തി നോക്കാൻ പോലും ആരുമില്ല. പൊട്ടിക്കരഞ്ഞത് ഭട്ടതിരിപ്പാട് അച്ഛന്റെ ശരീരം കരയുന്നുണ്ട്. ശിലയിൽ വെച്ച് ഒരു വെള്ളത്തിൽ വിരിച്ചു. എന്താ 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 ഞാൻ ചെയ്ത തെറ്റ്? ഓരോ ജാതിയിലും മതത്തിലും പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ശബ്ദമുയർത്തിയതോ? അതാണോ ഞാൻ ചെയ്ത തെറ്റ്? മരണാനന്തര പൂജാവിധി എനിക്ക് അറിയില്ല. മാപ്പ് മാപ്പ് മാപ്പ്. കാലം മൃത്യുവിന്റെ കരങ്ങളുമായി വന്നു. ഭട്ടതിരിപ്പാടിനെയും പരലോകത്തെത്തിച്ചു. അവിടെ ഇരുന്നുകൊണ്ട് പുതിയ കാലത്തിന്റെ സ്ത്രീയാത്രയിൽ അദ്ദേഹം വിഷമിക്കുകയാണ്. കാരണം 1929 ഭട്ടതിരിപ്പാട് ഉണർത്തിവിട്ട കൊടുങ്കാറ്റിന് ഇന്ന് 95 വർഷം തികയുമ്പോൾ ആ ആത്മാവ് ഈ സമൂഹത്തോട് ചോദിക്കുന്നു, അരങ്ങിലെത്തിയ പെണ്ണെ നീ എങ്ങോട്ട്? അതിനെന്താ മറുപടി പറയുക? ഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും വീണ്ടും വീണ്ടും അടുക്കളയിലേക്ക് തന്നെ ആട്ടിയൊടിക്കപ്പെടുമ്പോൾ ചിലരാകട്ടെ നാടിനാകെ മാനക്കേടുണ്ടാക്കി വാർത്തകളിൽ പറയുന്നു. എവിടെയാണ് നമുക്ക് തെറ്റിയത്? തടവുകാരിയാക്കപ്പെട്ട സ്ത്രീ പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന അവകാശമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് സ്ത്രീയുടെ അഴിഞ്ഞാട്ടമല്ല, അമിത സ്വാതന്ത്ര്യമില്ല. സ്ത്രീയും പുരുഷനും
കൈകോർക്കുന്ന സമശീർഷ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം കൂടുതൽ സുതാര്യമാക്കുന്നതിന് വേണ്ടിയാകാം നാരീശക്തി വന്ദന അധിനിയം എന്ന പേരിൽ വനിതാ ബില്ല് പാസാക്കിയിരിക്കുന്നു. നമുക്കൊരുമിച്ച് പറയാം, പാതി ആകാശവും പാതി ഭൂമിയും